ഹായ് നമസ്കാരം. അപ്പോൾ ജോർജ് ചേട്ടൻ്റെ വരവ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. നല്ല ഗംഭീര വരവ് തന്നെയാണ്. തിയേറ്ററിലൊരു ഇടിയുടെ മാരക പെരുന്നാൾ തന്നെയാണ്. സസ്പെൻസ് ത്രില്ലർ ഫാമിലി മൂവിയാണ്. ഒരു കിൻഡൽ ഇടി എന്നും പറയാം. ഇടിയുടെ ഒരു വസന്തം തന്നെയാണ് ഈ പടം. എനിക്ക് പറയാനുള്ള ഇപ്പൊ ഇതിലെ വില്ലനിസ കണ്ടപ്പോ ചില ആൾക്കാർ നമുക്കിട്ട് പണി വെക്കുന്നുണ്ട്. പേര് ഞാൻ പറയുന്നില്ല, പറയണ്ട. അപ്പൊ നമുക്കിട്ട് ചില ആൾക്കാര് നെഗറ്റീവായിട്ട് എഴുതുന്നുണ്ട് അല്ലെ, എനിക്കിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, ഇനിയും അത് തുടരാനാണ് പ്ലാനെങ്കിൽ ഈ ജോജിന്റെ കഥാപാത്രം ഞാൻ കടമെടുക്കും. ഞാൻ വില്ലനായി കഴിഞ്ഞാൽ അറിയാല്ല. നമ്മൾ ഈ ചില ആൾക്കാർ പറയും ഓട്ടിസം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമ്മള് ക്രിമിനൽ സ്വഭാവം നടക്കല്ലേ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഒരിക്കലും ക്രിമിനൽ ആക്കരുത്. ക്രിമിനൽ ആക്കി കഴിഞ്ഞാൽ നമ്മള് വെറുതെ ഇരിക്കില്ല. ചൊറിയാൻ വരരുത്. അപ്പൊ നമുക്കിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് ചൊറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് ചൊറിയൊന്നല്ല, പക്ഷെ നേരിട്ട് കയറി ആക്രമിക്കും. അത് ഒന്നും പിടിച്ചാൽ കിട്ടില്ല. അത് വിഷമത്തോടെ പറയുന്നത്. ആരോഗ്യവിശ്വാസം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അവരൊക്കെ നമുക്കിട്ട് ചൊറിയാൻ വന്നു കഴിഞ്ഞാല് ഈ സിനിമ തിയേറ്ററിൽ കണ്ട പോലത്തെ ഫൈറ്റ് ആയിരിക്കും. ഫൈറ്റും ആ ഒരു കൊലപാതക സീക്വൻസ് ആയിരിക്കും കാണുന്നത് റിയൽ ലൈഫ്. റീല് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ചില ആൾക്കാർക്കുള്ള ദേഷ്യപ്പെട്ടുള്ള റീല്. പക്ഷെ നമ്മളെ ഒരാള് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്രമിക്കുന്നുണ്ട്. അവൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുമ്പോഴും പഠിക്കും, അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് അവൻ തീരും. വെളിപ്പെടുത്തുന്നില്ല. കാരണം ആ വ്യക്തി ഇനി എന്നെ പറ്റി എഴുതാനോ തിരുമേക്കാൻ അവനെ ഞാൻ കൊല്ലും. മനസ്സിലായി? അത് മീഡിയയുടെ മുന്നിലാണ് പറയുന്നത്. കാരണം അത് നിയമപരമായിട്ട് അവനെതിരെ കേസ് കൊടുത്താൽ ചേട്ടൻ നമ്മുടെ അടുത്തേക്ക് വന്നാലേ നമ്മൾ ഇടിക്കുള്ളൂ. പല രീതിയിൽ പല സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് കളിക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഒരു വലിയ താരത്തിനെ കുറിച്ചിട്ടാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അത് അറിയാതെ പറഞ്ഞതാണോ അതോ അതൊക്കെ മെന്റൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതൊക്കെ നിയമപരമായിട്ട് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും സിനിമാക്കാർ അതിൽ കുറച്ചുകൂടി ഇടപെടണം. കാരണം സന്തോഷ് വർക്കിയുടെ ഫേസ്ബുക്ക് പേജ് മറവിപ്പിക്കുക. കാരണം തൊപ്പിയുടെയും ഗ്യാങ്ങിൻ്റെ ഒക്കെ യൂട്യൂബ് അടിച്ചു കളഞ്ഞല്ലോ. അപ്പോൾ മലയാള സിനിമാ നടന്മാരുടെ സംഘടനയ്ക്ക് എന്തുകൊണ്ട് സന്തോഷ് വർക്കിന്ന് ആറാട്ടൻ്റെ പേജ് അടിച്ചു കളയാൻ പറ്റുന്നില്ല? ശരിക്കും അത് ഇപ്പോൾ നടിമാരായതുകൊണ്ട് മാത്രമാണ് ചുമ്മാണ്ടിരിക്കുന്നത്. വേറെ സാധാരണക്കാരാണെങ്കിൽ അത് പ്രതികരിച്ചാണ്. പക്ഷേ നടിമാരത് പ്രതികരിക്കട്ടെ. കാരണം ഞാനും ഒരു ചേട്ടനെ പോലെ കാണുന്ന വ്യക്തിയാണ്. പക്ഷെ എങ്കിലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ലാൽ സാറിനെ പറ്റി അങ്ങനത്തെ ഒരു എനിക്ക് പറയാൻ പാടില്ല. ഞാനത് ദുഃഖിക്കുന്നു പറയുന്നതില്. കാരണം ഞാനൊരു ഫാൻ ബോയ് എന്ന നിലയിൽ ലാലേട്ടനെ പറ്റി പറഞ്ഞതിൽ പുള്ളിനെ ഞാൻ തിരിച്ച് ഉപദ്രവിക്കാൻ നിന്നില്ലെങ്കിലും രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് മൈൻഡിലുണ്ട്. പക്ഷെ നിയമത്തിന്റെ ഇതിൽ എനിക്ക് ഒരു വിലക്കല്ല, ഒരു പേടിയുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളൊന്നും ചെയ്യാത്തല്ലേ. ഇപ്പൊ പുള്ളിക്കെതിരെ പറയുന്നുണ്ട്. അത് പറയുന്നുണ്ടല്ലോ പുള്ളി എന്നെ പറ്റിയും പറയുന്നത്. അതൊന്നും പക്ഷെ എന്നെ പറ്റി പറയുന്ന പോലെ അല്ല ആറട്ടെണ്ണ. പക്ഷെ ലാൽ സാറിനൊക്കെ പറ്റി പറയുമ്പോൾ അത് സൂക്ഷിച്ച് പറയുക. അത് എപ്പോഴാണ് ഇവിടെ നിന്നാണ് അടിവന്നത് മാത്രമല്ല. ഇന്നലെ ഒരു ഫ്ലെക്സ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അണ്ണന് 3000 രൂപ എടുക്കേണ്ടത്. ഏതുവരെയെല്ലാം എനിക്ക് മനസ്സിലാവുന്നില്ല. അണ്ണൻ ചുമ്മാ ഓരോന്ന് വിളിച്ചു പറച്ചിലും ഇതാണ് പണി. അണ്ണൻ ഈ കാണുമ്പോൾ ചില ആൾക്ക് സഹായിക്കും. അത് പിന്നെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ.